ഹായ് ഓൾ, വെൽക്കം ടു ലേണിനോ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ലോജിക് ഗേറ്റ്സ്. ലോജിക് ഗേറ്റ്സ് ബേസ് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് MCQs ആണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ഔട്ട്പുട്ട് ഓഫ് എ ലോജിക് ഗേറ്റ് ഈസ് 1 when all the input are at logic 0. Then the gate is either NAND or XOR, OR or XNOR, AND or an XOR, NOR or an XNOR. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു ലോജിക് ഗേറ്റിന്റെ ഔട്ട്പുട്ട് 1 ആണ്. എപ്പോൾ അതിന്റെ രണ്ട് ഇൻപുട്സ്, എല്ലാ ഇൻപുട്സും 0 ആകുമ്പോൾ ഔട്ട്പുട്ട് 1 ആകുന്ന ലോജിക് ഗേറ്റ്സ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഓപ്ഷനകത്ത് രണ്ടെണ്ണം വെച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ നമ്മൾ ഇത് എല്ലാത്തിൻ്റെയും ട്രൂത്ത് ടേബിൾ അറിഞ്ഞിരുന്നാൽ നമുക്കത് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഇതിനകത്ത് നിങ്ങൾക്ക് ഏതാണ് ആൻസർ ആയിട്ട് തോന്നുന്നത്? നമുക്കറിയാം എന്താണ് നോർ ഗേറ്റും എക്സ്നോറും. നോർ എന്ന് പറഞ്ഞാൽ ഓർ നിങ്ങൾക്കറിയാമല്ലോ. ഓർ എന്താണ് ചെയ്യുന്നത്? നമ്മൾ ഓർ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് അഡീഷൻ ഓപ്പറേഷനാണ്. 0 വന്നു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് 0 ആയിരിക്കും. 0 1 വന്നു കഴിഞ്ഞാലോ അതിൽ 1 0 വന്നു കഴിഞ്ഞാലോ 1 1 വന്നു കഴിഞ്ഞാലോ ഔട്ട്പുട്ട് 1 ആയിരിക്കും. അതാണ് ഓർ എന്ന് പറയുന്നത്. അതേസമയം നോർ എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു നോട്ടും കൂടെ അപ്ലൈ ചെയ്താൽ എന്താകും? അതാണ് നോർ എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പോൾ എ ബി എന്ന് പറയുന്നതാണ് ഇൻപുട്സ് എന്ന് വിചാരിക്കുക. അടുത്തത് സി എന്ന് പറയുന്നതാണ് ഔട്ട്പുട്ട് എന്ന് വിചാരിക്കുക. ഇൻപുട്ടിൽ 0 0 വരുന്നു, 0 1 1 0 1 1. ഇതാണ് ഒരു 2 ഇൻപുട്ട് ഗേറ്റ്സിന്റെ ഇൻപുട്സിന് വരാൻ സാധ്യതയുള്ള 4 ഇൻപുട്സുകളാണ് 0 0 0 1 1 0 1 1. സോ നമ്മളിപ്പോൾ എഴുതാൻ പോകുന്നത് നോറാണ്. നോർ. അപ്പോൾ നോർ ഗേറ്റിന്റെ ഔട്ട്പുട്ട് എന്താണ്? ഓർ എന്താണ്? ആദ്യം എന്താ ഓർ നോക്കാം. ഓറിന് എങ്ങനെയാണ് ഔട്ട്പുട്ട് വരിക? 0 0 ആണെന്നുണ്ടെങ്കിൽ 0 ആയിരിക്കും, 0 1 ആണെന്നുണ്ടെങ്കിൽ 1 ആയിരിക്കും, 1 0 ആണെങ്കിൽ ഔട്ട്പുട്ട് 1 ആയിരിക്കും, 1 1 ആണെങ്കിലും 1 ആയിരിക്കും. അതിന്റെ കോംപ്ലിമെന്റ് ആണ് നോർ എന്ന് പറയുന്നത്. അതിനൊരു നോട്ടും കൂടെ ഔട്ട്പുട്ടിൽ വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതായത് 0 0 വന്നാൽ ഔട്ട്പുട്ട് 1 ആവും, 0 1 വന്നാൽ 0, 1 0 വന്നാൽ 0, 1 1 വന്നാൽ 0. അപ്പോൾ നോക്കിയേ, നമുക്ക് വേണ്ടത് അങ്ങനെ തന്നെയല്ലേ? ഔട്ട്പുട്ടിൽ 1 വരണം. എപ്പോൾ ഇൻപുട്സ് എല്ലാ ഇൻപുട്സും 0 ആകുമ്പോൾ, എല്ലാ ഇൻപുട്സും 0 ആകുമ്പോൾ ഔട്ട്പുട്ട് 1 വരുന്നത് ഏതാണ്? ഒന്ന് നോറാണ്. അപ്പോൾ ഇവിടെ ഓപ്ഷനിൽ നോർ ഉള്ളത് ഒരു ഓപ്ഷനേ ഉള്ളൂ, ഓപ്ഷൻ ഡി ആണ്. അപ്പോൾ നിങ്ങൾ എക്സ്നോറിന്റെ ട്രൂത്ത് ടേബിളും കൂടി ഒന്ന് നോക്കിയേ. എക്സ്നോറിന്റെ ട്രൂത്ത് ടേബിൾ എങ്ങനെയാണ്? എയും ബിയും ഇൻപുട്ട് ആണെന്ന് വിചാരിക്കുക, സി ഔട്ട്പുട്ട് ആണെന്ന് വിചാരിക്കുക. 0 0 ഇൻപുട്ടിൽ വന്നു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് 1 ആയിരിക്കും. 0 1 ഇൻപുട്ടിൽ വന്നു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് 0, 1 0 ഇൻപുട്ടിൽ വന്നു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് 0, 1 1 ഇൻപുട്ടിൽ വന്നു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് 1. അതായത് ഇൻപുട്ട് രണ്ടും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ, അതായത് 0 0യോ 1 1ഓ ഇൻപുട്ട് രണ്ടും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് 1 ആയിരിക്കും. അതാണ് എക്സ്നോർ എന്ന് പറയുന്നത്. അവിടെ നോക്കിക്കേ, ഇൻപുട്ട് രണ്ടും 0 ആണെങ്കിൽ ഔട്ട്പുട്ട് 1 ആണ്. ഇവിടെ നോക്കിക്കേ, ഇൻപുട്ട് രണ്ടും 0 ആണെങ്കിൽ ഔട്ട്പുട്ട് 1 ആണ്. ഇത് രണ്ട് ഗേറ്റ്സ് ഏതൊക്കെയാണ്? നോർ ഗേറ്റും എക്സ്നോർ ഗേറ്റും. അപ്പോൾ നമ്മൾ എല്ലാത്തിൻ്റെയും ട്രൂത്ത് ടേബിൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ കുറേ ക്വസ്റ്റ്യൻസിന് നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മെനി ആൻഡ് ഗേറ്റ്സ് ആർ റിക്വയർഡ് ടു റിയലൈസ് y is equal to CD plus EF plus G? അപ്പോൾ ഇവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ഓർ ഗേറ്റ് എന്ന് പറഞ്ഞാൽ അഡീഷൻ ഓപ്പറേഷൻ ആണ്. അതുപോലെ തന്നെ ആൻഡ് ഗേറ്റ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ തുല്യമാണ്. അതായത് എയും ബിയും രണ്ട് ഇൻപുട്സ് ആണെങ്കിൽ ആൻഡിന്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ AB ആണ്, ഓറിന്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ A plus B ആണ്. ഓക്കെ, ഇപ്പൊ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കുക. അത്രയും ആൻഡ് ഗേറ്റ്സ് ആണ് നമുക്ക് വേണ്ടത്. നോക്കുക, സിയും ഡിയും കൂടെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ. സി ഇൻറ്റു ഡി ആണ്. അതുപോലെ തന്നെ ഇയും എഫും നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യണം, ഇ ഇൻറ്റു എഫ് ആണ്. പിന്നുള്ളത് ഒരു പ്ലസ് സൈനും ഒരു പ്ലസ് സൈനുമാണ്. സോ പ്ലസ് ചെയ്യാൻ, ആഡ് ചെയ്യാൻ നമുക്ക് ഓർ ഗേറ്റ് ആ വേണ്ടത്, മൾട്ടിപ്ലൈ ചെയ്യാൻ നമുക്ക് ആൻഡ് ഗേറ്റ് ആ വേണം. അപ്പൊ എത്ര മൾട്ടിപ്ലിക്കേഷൻ ആണുള്ളത്? 2 എണ്ണം. സോ എത്ര ആൻഡ് ഗേറ്റ്സ് വേണം? 2 ആൻഡ് ഗേറ്റ്സ് വേണം. Then third question, a universal logic gate is one which can be used to generate any logic function. Which of the following is a universal logic gate? അപ്പോൾ ഒരു യൂണിവേഴ്സൽ ലോജിക് ഗേറ്റ് എന്താണെന്ന് തന്നെ ആ ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുണ്ട്. എന്താണ് യൂണിവേഴ്സൽ ലോജിക് ഗേറ്റ് എന്ന് പറഞ്ഞാൽ? അത് വെച്ചിട്ട് നമുക്ക് എല്ലാ ലോജിക് ഫംഗ്ഷൻസും ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ താഴെ തന്നിട്ടുള്ള ഓപ്ഷൻസിനകത്തുനിന്ന് ഏതാണ് യൂണിവേഴ്സൽ ലോജിക് ഗേറ്റ് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓർ ആണോ, ആൻഡ് ആണോ, എക്സോർ ആണോ, നാൻഡ് ആണോ? നാൻഡ് ആണ് ഒരു യൂണിവേഴ്സൽ ലോജിക് ഗേറ്റ് എന്ന് പറയുന്നത്. നാൻഡ് ആണ്. നാൻഡും അതുപോലെ തന്നെ നോറും നാൻഡുമാണ് യൂണിവേഴ്സൽ ലോജിക് ഗേറ്റ്സ്. കാരണം ഇതിൽ നിന്ന് ബാക്കി എല്ലാ ലോജിക് ഗേറ്റ്സും നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതേസമയം ആൻഡ്, ഓർ, നോട്ട് ഈ 3 എണ്ണം ബേസിക് ഗേറ്റ്സ് ആണ്.
ആൻഡ് ഓർ നോട്ട് എല്ലാം ബേസിക് ഗേറ്റ്സ് ആണ്. എക്സോറും എക്സ്നോറും ഒക്കെ ഡിറൈവ്ഡ് ഗേറ്റ്സ് ആണ്. ബാക്കിയുള്ള ബേസിക് ഗേറ്റ്സിനകത്തുനിന്ന് ഡിറൈവ് ചെയ്തെടുക്കുന്ന ഗേറ്റ്സ് ആണ്. Fourth question, a single transistor can be used to build which of the following digital logic gates? ഒരു സിംഗിൾ ട്രാൻസിസ്റ്റർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഏത് ലോജിക് ഗേറ്റ്സ് ബിൽഡ് ചെയ്യാൻ പറ്റും എന്നാണ് ക്വസ്റ്റ്യൻ. ആൻഡ് ഗേറ്റ് ആണോ, ഓർ ഗേറ്റ് ആണോ, നോട്ട് ആണോ, നാൻഡ് ആണോ? ഒരു ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ട്രാൻസിസ്റ്റർ നമുക്ക് സ്വിച്ച് ആയിട്ട് യൂസ് ചെയ്യാം. സ്വിച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓൺ ആവും, ഓഫ് ആവും. അതായത് ഇൻപുട്ടിനനുസരിച്ച് ഔട്ട്പുട്ട് 1 or 0 ആകും അല്ലേ? അതായത് ഇൻപുട്ട് 0 ആണെങ്കിൽ ഔട്ട്പുട്ട് 1, ഇൻപുട്ട് 1 ആണെങ്കിൽ ഔട്ട്പുട്ട് 0. ആ ഒരു രീതിയിലുള്ളതാണ് നമ്മൾ സ്വിച്ച് എന്ന് പറയുന്നത്. സ്വിച്ച് ഒരു ട്രാൻസിസ്റ്ററിന്റെ ഒരു വർക്കിംഗ് എന്ന് പറയുന്നത്. അതേപോലെ ഉള്ളത് ഇവിടെ ഏതാണ്? ഇൻപുട്ട് 1 കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് 0, ഇൻപുട്ട് 0 കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് 1 ആവുന്നത് എന്താണ്? നോട്ട് ഗേറ്റ് ആണ്. നോട്ട് ഗേറ്റ് ആണ്, ഒരു സ്വിച്ച് പോലെ അല്ലെ, ഓണും ഓഫും പോലെ വർക്ക് ചെയ്യുന്നത് നോട്ട് ഗേറ്റ് ആണ്. So fifth question, how many truth table entries are necessary for a 4 input circuit? ഇപ്പം നമ്മൾ നോറിൻ്റെ ഒക്കെ ട്രൂത്ത് ടേബിൾ വരച്ചു. അവിടെ 2 ഇൻപുട്ട് ആയിട്ടുള്ള ഒരു 2 ഇൻപുട്ട് ഉള്ള ലോജിക് ഗേറ്റ്സിൻ്റെ ട്രൂത്ത് ടേബിളാണ് നമ്മൾ സാധാരണയായിട്ട് വരയ്ക്കാറുള്ളത്. അതിനകത്ത് എത്ര എൻട്രീസ് ഉണ്ടാകും? അതിനകത്ത് 4 എൻട്രീസ് ഉണ്ടായിരിക്കും. അതായത് ഇപ്പോൾ 2 ഇൻപുട്ട്സ് ആണ് വരുന്നതെങ്കിൽ 0 0 0 1 1 0 1 1 അങ്ങനെ 4 എൻട്രീസ് ഉണ്ടാവും ഇൻപുട്ടിൽ അല്ലേ? അതെങ്ങനെയാണ് വന്നത്? 2⁻²2 ആണ്. 2⁻² എന്ന് പറഞ്ഞാലാണ് 4. ഇനി 3 ഇൻപുട്ട്സ് ആണ് ഉള്ളതെങ്കിൽ എത്ര എൻട്രീസ് ഉണ്ടാകും? 2⁻3 8 ഇൻപുട്ട്സ് ഉണ്ടായിരിക്കും. ഇവിടെ മുതൽ 0 0 0 മുതൽ 0 0 1 അങ്ങനെ 1 1 1 വരെ 8 എൻട്രീസ് ഉണ്ടായിരിക്കും. അതായത് 0 മുതൽ 7 വരെ. ഇനി 4 ഇൻപുട്ട്സ് ആണെങ്കിലോ? 4 ഇൻപുട്ട്സ് ആണെങ്കിൽ 2⁻4 എന്ന് പറഞ്ഞാൽ 16 എൻട്രീസ് ഉണ്ടായിരിക്കും ട്രൂത്ത് ടേബിളിനകത്ത്. ഓക്കെ. Sixth question, which input values will cause an AND logic gate to produce a high input? നമ്മൾ ആൻഡിനകത്ത് എന്ത് കൊടുത്തു കഴിഞ്ഞാലാണ് ഹൈ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നാ നമ്മൾ ആൻഡ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ പോലെയാണ് അല്ലേ? ആൻഡ് അതിൽ 2 ഇൻപുട്ട്സ് എയും ബിയും ആണെങ്കിൽ എ ഇൻറ്റു ബി ആണ് അവിടെ ഓപ്പറേഷൻ നടക്കുക. എയും ബിയും ഇൻപുട്ട് ആണെങ്കിൽ സി ഔട്ട്പുട്ട് ആണെന്ന് വിചാരിക്കുക. 0 0 കൊടുക്കുന്നു, ഔട്ട്പുട്ട് എന്താണ്? 0 ആണ്. 0 1 കൊടുക്കുന്നു, ഔട്ട്പുട്ട് എന്താണ്? 0 ആണ്. 1 0 കൊടുക്കുന്നു, ഔട്ട്പുട്ട് എന്താണ്? 0 ആണ്. 1 1 ഇൻപുട്ടിൽ കൊടുത്താൽ മാത്രമേ ഔട്ട്പുട്ട് 1 ആവുകയുള്ളൂ. അതാണ് ആൻഡിന്റെ ട്രൂത്ത് ടേബിൾ എന്ന് പറയുന്നത്. സോ വിച്ച് ഇൻപുട്ട് വാല്യൂസ് വിൽ കോസ് ആൻ ആൻഡ് ഗേറ്റ് ടു പ്രൊഡ്യൂസ് ഹൈ? എപ്പോൾ മാത്രമാണ് ആൻഡ് ഗേറ്റ് ഹൈ ആവുന്നത്? 2 ഇൻപുട്ട്സും 1 ആയാൽ മാത്രമാണ് ആൻഡ് ഗേറ്റ്സിലെ ഹൈ ഔട്ട്പുട്ട് കിട്ടുക. ഓക്കെ, അറ്റ്ലീസ്റ്റ് 1 ഇൻപുട്ട് ഈസ് ഹൈ അല്ല, അറ്റ്ലീസ്റ്റ് 1 ഇൻപുട്ട് ഈസ് ലോ അല്ല, ഓൾ ഇൻപുട്ട്സ് ആർ ഹൈ എന്നുള്ളതാണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ട്രൂത്ത് ടേബിൾ പഠിച്ചു കഴിഞ്ഞാൽ കുറേ ക്വസ്റ്റ്യൻസിലൊക്കെ അങ്ങനെ നമുക്ക് ആൻസേഴ്സിലേക്ക് എത്താൻ പറ്റും. 7th question, exclusive OR അല്ലെങ്കിൽ XOR logic gates can be constructed from what other logic gates? ഓക്കെ, അപ്പോൾ XOR നമുക്ക് ഏതെല്ലാം ലോജിക് ഗേറ്റ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്കറിയാം XOR ഓപ്പറേഷൻ, XOR ലോജിക് ഗേറ്റ്സിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് A B bar plus A bar B എന്നുള്ളതാണ്. XORന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് A B bar plus A bar B എന്നുള്ളതാണ്. ബി ബാർ ഉദ്ദേശിക്കുന്നത് കോംപ്ലിമെന്റ് ചെയ്യാണ്, നോട്ട് ഓപ്പറേഷൻ ആണ്. അപ്പോൾ നമുക്ക് A ഇൻപുട്ട് വേണം, ബിയുടെ നോട്ട് ഓപ്പറേഷൻ വേണം, കോംപ്ലിമെന്റ് എടുക്കണം. അപ്പോൾ കോംപ്ലിമെന്റ് എടുക്കണമെങ്കിൽ നമുക്ക് നോർ വേണം. ദെൻ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണമെങ്കിൽ നമുക്ക് ആൻഡും വേണം അല്ലേ? സോ നമ്മുടെ ഒരു XOR ഗേറ്റ്, നമുക്ക് ഒരു 2 ഇൻപുട്ട് XOR ഗേറ്റ്സ് കൺസ്ട്രക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് 2 ആൻഡ് ഗേറ്റ്സും 2 2 ഇൻപുട്ട്സ് ഉള്ള ആൻഡ് ഗേറ്റ്സും അതുപോലെ തന്നെ ഒരു ഓർ ഗേറ്റും ആണ് വേണ്ടത്. പിന്നെ നോട്ടും വേണം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. ആൻഡ് ഗേറ്റ്സ് വേണം, ഓർ ഗേറ്റ്സ് വേണം, നോട്ട് ഗേറ്റ്സും വേണം. കണ്ടോ? ഓർ കോംപ്ലിമെന്റ് ബി ബാർ എടുക്കണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ A ബാർ എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് നോട്ട് ഗേറ്റ് വേണം. കോംപ്ലിമെന്റ് ചെയ്യാൻ നമുക്ക് നോട്ട് ഗേറ്റ് വേണം. A ഇൻറ്റു ബി ബാർ ചെയ്യണമെങ്കിൽ നമുക്ക് A ഇൻറ്റു ബി ബാർ അല്ലെങ്കിൽ A ബാർ ഇൻറ്റു ബി ഇത് ചെയ്യണം. അത് മൾട്ടിപ്ലിക്കേഷൻ അല്ലേ? അത് നമുക്ക് ചെയ്യണമെങ്കിൽ ആര് വേണം? ആൻഡ് ഗേറ്റ് വേണം. പിന്നെ ഇവരെല്ലാം കൂടെ ആഡ് ചെയ്യണം. ഇത് കണ്ടു, ഇത് പ്ലസ് സൈൻ അല്ലേ? പ്ലസ്, ഈ പ്ലസ് സൈൻ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആര് വേണം? നമുക്ക് ഓർ ഗേറ്റും വേണം. ഈ 3 പേര് നമുക്ക് വേണം. ആൻഡ് ഗേറ്റും വേണം, ഓർ ഗേറ്റും വേണം, നോട്ട് ഗേറ്റും വേണം.
Eighth question. The basic logic gate whose output is the complement of the input. ഇൻപുട്ടിന്റെ കോംപ്ലിമെന്റ് ആണ് ഔട്ട്പുട്ട്. അത് ഏത് ഗേറ്റ് ആണ്? നമുക്കറിയാം നോട്ട് അല്ലെങ്കിൽ ഇൻവേർട്ടർ ഗേറ്റ് ആണ്. ഇൻവേർട്ടർ ഗേറ്റ് അല്ലെങ്കിൽ നോട്ട് ഗേറ്റ് ആണ് ആൻസർ. അതായത് നമ്മൾ ഒരു ഇൻപുട്ട് ഒരു ഔട്ട്പുട്ടുമുള്ള ലോജിക് ഗേറ്റ്സ് ആണ് നോട്ട് ഗേറ്റ് എന്ന് പറയുന്നത്. ഇൻപുട്ട് 0 ആണെന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഇൻപുട്ട് 1 ആണെന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് 0 ആയിരിക്കും. നോട്ട് ഗേറ്റ്. സോ ഔട്ട്പുട്ട് കോംപ്ലിമെന്റ് ആണ് ഇൻപുട്ടിന്റെ ഏത്? നോട്ട് ഗേറ്റ് അല്ലെങ്കിൽ ഇൻവേർട്ടർ ഗേറ്റ്. If we use an AND gate to inbuild a signal from passing one of the inputs must be. So നമുക്ക് ഒരു AND gate inbuilt അല്ല, inhibit. If we use an AND gate to inhibit a signal from passing one of the input must be large. ഇവിടെ എന്താണ് ഇൻഹിബിറ്റ് ചെയ്യാന്ന് ഉദ്ദേശിക്കുന്നത്? AND gate നമുക്കറിയാം AND ഓപ്പറേഷൻ A into B ഓപ്പറേഷൻ ആണ്. ഇവിടെ ഇൻഹിബിറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സിഗ്നൽ ലോ ആക്കുക എന്നുള്ളതാണ്, 0 ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആൻഡ് ഓപ്പറേഷനിൽ സിഗ്നൽ ലോ ആക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആൻഡിൻ്റെ ട്രൂത്ത് ടേബിൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. എങ്ങനെയാണ്? 0 0 വന്നു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് 0 ആയിരിക്കും. 0 1 വന്നു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് 0 ആയിരിക്കും. 1 0 വന്നു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് 0 ആയിരിക്കും. 1 1 വന്നു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് 1 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇൻഹിബിറ്റ് സിഗ്നൽ എന്ന് ഉദ്ദേശിക്കുന്നത് ലോ ഔട്ട്പുട്ട് ആക്കുക എന്നുള്ളതാണ്. ലോ ഔട്ട്പുട്ട് ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആൻഡ് ഗേറ്റിലെ ഔട്ട്പുട്ട് ലോ ആവണമെങ്കിൽ എന്താവണം? ഏതെങ്കിലും ഒരു ഇൻപുട്ട് 0 ആവണം അല്ലേ? ഏതെങ്കിലും ഒരു ഇൻപുട്ട് ലോ ആണെങ്കിൽ ആൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ലോ ആവും. രണ്ടും ഹൈ ആയാൽ മാത്രമേ ഔട്ട്പുട്ട് ഹൈ ആവുകയുള്ളൂ. ഓക്കെ, അപ്പം വൺ ഓഫ് ദി ഇൻപുട്ട് മസ്റ്റ് ബി ലോ ആയാൽ മാത്രമേ ആൻഡ് ഗേറ്റ്സിന്റെ ഔട്ട്പുട്ട് 0 ലോ ആവുകയുള്ളൂ. അപ്പോൾ ഇൻഹിബിറ്റഡ് സിഗ്നൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഔട്ട്പുട്ട് ലോ ആക്കുക എന്നുള്ളതാണ്. ആൻഡ് ഗേറ്റിൽ ഔട്ട്പുട്ട് ലോ ആവുന്ന എപ്പോഴാണ്? എനി വൺ ഓഫ് ദി ഇൻപുട്ട്സ്. ഇപ്പോൾ ഫസ്റ്റ് കേസ് രണ്ടും 0 ആണ്, സെക്കൻഡ് കേസിൽ ഒരെണ്ണം 0 ആണ്, തേർഡ് കേസിൽ ഒരെണ്ണം 0 ആണ്. സോ ഏതെങ്കിലും ഒരു ഇൻപുട്ട് സിഗ്നൽ 0 ആയാൽ മാത്രമേ ആൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 ആവുകയുള്ളൂ. Then identify the gate and match A, B and Y in bracket to check. അപ്പോൾ നമുക്ക് നമ്മളൊരു രണ്ട് NAND ഗേറ്റ് യൂസ് ചെയ്തിട്ട് ഒരു ഡയഗ്രാം തന്നിട്ടുണ്ട്. ഇതിന് മാച്ച് ആവുന്നത് ഏതാണെന്ന് ഓപ്ഷനിൽ നോക്കണം. ആൻഡ് ഗേറ്റ് ആണോ, ഓർ ഗേറ്റ് ആണോ, നോട്ട് ഗേറ്റ് ആണോ, എക്സോർ ഗേറ്റ് ആണോ എന്ന് നോക്കണ്ടേ. അതിന് നമ്മൾ ട്രൂത്ത് ടേബിൾ എഴുതി നോക്കിയാൽ മതി. അതായത് നമ്മൾ ഇൻപുട്ട്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എയും ബിയും നമുക്ക് Y ആണ് ഔട്ട്പുട്ടിൽ വേണ്ട. ആദ്യം ഒരു A ഡോട്ട് B ബാർ ആണ് ഫസ്റ്റ് ഗേറ്റിന്റെ ഔട്ട്പുട്ട്. ദെൻ Y. നമുക്ക് Y നോക്കണം. എയും ബിയും വൈയും നോക്കിയിട്ട് ട്രൂത്ത് ടേബിൾ സാറ്റിസ്ഫൈ ചെയ്യുന്നത് ഏതാണെന്ന് നോക്കണം. അപ്പം നമ്മൾ ഇവരെ ഓപ്ഷനിലെല്ലാം തന്നിട്ടുള്ളത് 1 ഉം 1 ഉം ഇട്ട് കൊടുത്തിട്ടാണ്. കണ്ടോ, നമുക്ക് 1 ഉം 1 ഉം ഇട്ട് നോക്കാം. എയും ബിയും അല്ലെങ്കിൽ എയും ബിയും 1 ഇട്ട് കൊടുത്താൽ നോക്കാം. സോ നമുക്ക് ഓരോന്നോരോന്ന് ഇട്ട് കൊടുക്കാം. 0 0 ഇട്ട് നോക്കാം. എയും ബിയും 0 0 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താണ് സംഭവിക്കുക? ഇത് NAND ഗേറ്റ് ആണ്. NAND ഗേറ്റ് ആണ്. ഇൻപുട്ടിൽ 0 0 കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ NAND ഗേറ്റിൽ ഔട്ട്പുട്ടിൽ എന്താണ് വരുന്നത്? നാൻഡിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1 ആണ്. 0 0 ഇട്ട് കഴിഞ്ഞാൽ ആൻഡിന്റെ ഔട്ട്പുട്ട് 0 അല്ലേ? സോ നാൻഡിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1 ആണ്. അടുത്തത് എന്താണ്? 0 ഉം 1 ഉം നമ്മൾ ഇൻപുട്ടിൽ ഇട്ട് കൊടുക്കുകയാണ്. ഔട്ട്പുട്ട് എന്ത് വരും? 1 വരും. അടുത്തത് 1 0. അതായത് ആൻഡിൽ എന്താണോ എഴുതുന്നത് നേരെ തിരിച്ചങ്ങ് എഴുതിയാൽ മതി. സോ 1 0 കൊടുത്തു കഴിഞ്ഞാൽ 1 വരും. 1 1 കൊടുത്തു കഴിഞ്ഞാൽ 0 ആണ് വരുന്നത് ഇവിടെ. ഇത്രയും കിട്ടി. ഇനി ഇത് പിന്നെ നമ്മൾ എന്താണ് ഒരു NAND ഗേറ്റിന്റെ ഇൻപുട്ട് കമ്പൈൻ ചെയ്തിട്ട് ഷോർട്ട് ചെയ്തിട്ട് നമ്മൾ അതായത് ഇപ്പൊ ഇതെന്താണ് നോട്ട് പോലെയാണ് ആക്ട് ചെയ്യുന്നത് അല്ലേ? എ ബി ബാറിന് ഒരു ബാർ കൂടെ എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? അതല്ലേ ഔട്ട്പുട്ട്. അപ്പൊ ഇവിടെ ഔട്ട്പുട്ടിൽ എന്താ കിട്ടുക? 1ന്റെ ബാർ എന്ന് പറയുന്ന 0, ഇവിടെ 0, ഇവിടെ 0, ഇവിടെ 1. ഇതിപ്പോ എന്തിനു തുല്യമായി? എ ബി ബാർ ദ ഹോൾ ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്? എ ബി ആണ് അല്ലേ? എ ബി ബാർ ആണ് നമുക്ക് കിട്ടിയത്. ആദ്യത്തെ ഔട്ട്പുട്ടിൽ എ ബി ബാർ ആണ്. ഇവിടെ എന്താണ്? അതിനൊരു കോംപ്ലിമെന്റ് എടുത്തിരിക്കുക, അതിന് നോട്ട് എടുത്തിരിക്കുകയാണ്. ഒരു നോട്ട് ഓപ്പറേഷൻ എഗെയിൻ ഒരു നോട്ട് ഓപ്പറേഷൻ എടുത്തു കഴിഞ്ഞാൽ എന്താണ്? എ ബി ആവും. അതെയാണ് എ കോംപ്ലിമെന്റ്. ദെൻ എ കോംപ്ലിമെന്റ് ഓഫ് കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എ ആണ്. സോ എ ബി കോംപ്ലിമെന്റ് ഓഫ് കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എ ബി തന്നെയാണ്. എ ബി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് ഓപ്പറേഷൻ അവിടെ? ആൻഡ് ഓപ്പറേഷൻ ആണ്. ട്രൂത്ത് ടേബിൾ വരയ്ക്കാതെ തന്നെ നമുക്ക് നോക്കിയാലും കണ്ടുപിടിക്കാനായിട്ട് പറ്റും. 11th question. Truth table for system of 4 NAND gates are shown in figure. ഒരു 4 NAND ഗേറ്റ്സിൽ അതിൻ്റെ കണക്ഷൻ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ട്രൂത്ത് ടേബിൾ ഇതിൽ ഏതാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെയും അതേ പ്രോസസ്സ് തന്നെയാണ് ചെയ്യേണ്ടത്. ഇൻപുട്ടിൽ 0 0 0 1 1 0 അപ്ലൈ ചെയ്തിട്ട് ഔട്ട്പുട്ട് നോക്കുക. എന്നിട്ട് ഈ ട്രൂത്ത് ടേബിൾ ഏതാണ് കറക്റ്റ് എന്നുള്ളതാണ് ഇവിടെ നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കണം. നമ്മൾ ആദ്യം നോക്കാം. ഇവിടെ നമ്മൾ 0 ഉം
ഇവിടെ നമ്മൾ എയും ബിയും 0 അപ്ലൈ ചെയ്തെന്ന് വിചാരിക്കാം. ഇതൊരു NAND ഗേറ്റ് ആണ് അല്ലെ, NAND ഗേറ്റ് ആണ്. ആൻഡിന്റെ ഔട്ട്പുട്ട് എന്താണ്? 0യും 0യും കൊടുത്തു കഴിഞ്ഞാൽ 1 എന്നുള്ളത്, 0യും 0യും കൊടുത്തു കഴിഞ്ഞാൽ 0 എന്നുള്ളതാണ് ആൻഡിന്റെ ഔട്ട്പുട്ട്. അപ്പോൾ നാൻഡിന്റെ ഔട്ട്പുട്ട് എന്ത് വരും? 1 വരും. ഇവിടെ വരുന്നത് ഔട്ട്പുട്ട് 1 ആണ്. ഈ ഒരു വിങ് അങ്ങനെ തന്നെ, ഇത് 0 ആണ്, ഇത് 1 ആണ്. അടുത്തത് പിന്നെയും ഒരു NAND ഗേറ്റ് ആണ്. 0യും 1ഉം ആൻഡിൽ കൊടുത്തു കഴിഞ്ഞാൽ 0 ആണ്, നാൻഡിൽ കൊടുത്തു കഴിഞ്ഞാൽ 1 ആണ്. ഇവിടെ ഇത് 0 ആണ്, 1 ആണ്. 0യും 1ഉം കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് എന്താണ്? 1 ആണ്. ദെൻ 1ഉം 1ഉം കൂടി വരുവാണ് നാൻഡിലോട്ട്. 1ഉം 1ഉം കൂടെ ആൻഡിൽ വന്നാൽ 1 ആണ്, നാൻഡിൽ വന്നു കഴിഞ്ഞാൽ 0 ആണ്. അപ്പോൾ ഇവിടെ എന്താണ്? എയും ബിയും 0 0 ആയി കഴിഞ്ഞാൽ ഔട്ട്പുട്ടിൽ എന്താ കിട്ടുന്നത്? 0 ആണ്. അങ്ങനെ ഏതൊക്കെയുണ്ടെന്ന് നോക്കാം. അങ്ങനെ ഓപ്ഷൻ എയും വരാം, ഓപ്ഷൻ ബിയും വരാം അല്ലേ. ഓപ്ഷൻ സി എന്തായാലും വരത്തില്ല, ഓപ്ഷൻ ഡി എന്തായാലും വരത്തില്ല. അപ്പോൾ അത് രണ്ടും നോക്കേണ്ട ആവശ്യമില്ല. ഇനി അടുത്തൊരു 0 1ഉം കൂടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസറിലേക്ക് ചെല്ലാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. എക്ക് 0യും ബിക്ക് 1ഉം നമ്മൾ കൊടുക്കാൻ പോവാണ് അടുത്ത സെറ്റിൽ. എക്ക് 0യും ബിക്ക് 1ഉം നമ്മൾ കൊടുക്കാൻ പോവാണ്. ഓക്കെ, എക്ക് 0 കൊടുക്കുന്നു, ബിക്ക് 1 കൊടുക്കുന്നു. എന്ത് സംഭവിക്കും? 0യും 1ഉം കൂടെ നാൻഡിലേക്ക് കൊടുക്കുകയാണ്. 0യും 1ഉം ആൻഡിൽ കൊടുക്കുമ്പോൾ 0 ആകത്തില്ലേ, ഇപ്പം നാൻഡ് കൊടുക്കുമ്പോൾ എന്താണ് ആവുക? 1 ആണ് ആവുക. ഇവിടുന്ന് 0 വരുന്നു, ഇവിടുന്ന് 1 വരുന്നു. എഗെയിൻ ഔട്ട്പുട്ട് എന്താകുന്നു? 1 ആകുന്നു. ഓക്കെ, ഇനി ഇവിടെ എന്താണ്? ബി. ഇവിടെ നിന്ന് 1 ആണ് വരുന്നത്, ഇവിടെ 1 ആണ്. 1ഉം 1ഉം വന്നു കഴിഞ്ഞാൽ ഇവിടെ ഔട്ട്പുട്ട് എന്താവും? 0 ആകും. ഇനി 1 ആണ് ഇവിടുത്തെ ഒരു ഇൻപുട്ട്, 0 ആണ് ഒരു ഇൻപുട്ട് എന്ന് പറയുന്നത്. ഔട്ട്പുട്ടിൽ വന്നു കഴിഞ്ഞാൽ 1ഉം 0യും കൂടെ ഔട്ട്പുട്ടിൽ നാൻഡിൽ ഔട്ട്പുട്ട് വന്നു കഴിഞ്ഞാൽ എന്താണ്? 1 ആവും. ഓക്കെ, സോ 0യും 1ഉം കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് 1 ആണ്. അത് ഏത് ട്രൂ ടേബിളിനകത്താണ് അങ്ങനെയുള്ളത്? ഓപ്ഷൻ എയിലാണുള്ളത്. അപ്പോൾ ഇൻപുട്ടും ഔട്ട്പുട്ടും വാല്യൂ നോക്കുക. ആൻഡും നാൻഡും ഏത് ഗേറ്റ് ആണോ അതിന് ഔട്ട്പുട്ടിൽ എന്താണ് വരുന്നത് നോക്കുക. അങ്ങനെ അങ്ങ് ചെയ്ത് നോക്കിയാൽ മതി, ആൻസറിലേക്ക് എത്തും. So 12th question നോക്കാം. If A, B, C, D are inputs to a gate and X is its output, then as per the following time graph, the gate. അപ്പോൾ നമുക്ക് A, B, C, D എന്ന് പറയുന്നത് ഇൻപുട്സ് ആണ് തന്നിട്ടുള്ളത്. ഇത് ഇൻപുട്സ് ആണ്. X എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ആണ്. നമുക്ക് ഏത് ഗേറ്റ് ആണെന്ന് കണ്ടുപിടിക്കണം. ഇപ്പോൾ ഇവിടെ നോക്കാം. ഇവിടെ A എന്ന് പറയുന്നത് ലോ ആണ്, 0 ആണ്. B എന്ന് പറഞ്ഞാലും 0, C എന്ന് പറഞ്ഞാലും 0, D എന്ന് പറഞ്ഞാലും 0. അപ്പോൾ ഔട്ട്പുട്ടും 0 ആണ്. ഇൻപുട്ട് എല്ലാം 0 ആയപ്പോൾ ഔട്ട്പുട്ട് 0. ദെൻ ഇവിടെ ഇൻപുട്ട് 1 ആണ്, ഇവിടെ ഇൻപുട്ട് 0 ആണ്, ഇവിടെ ഇൻപുട്ട് 0 ആണ്, ഇവിടെ ഇൻപുട്ട് 0 ആണ്. ഒരു ഇൻപുട്ട് 1 ആയപ്പോൾ ഔട്ട്പുട്ട് 1 ആയി. ഇനി എല്ലാം ഔട്ട്പുട്ട് 1 ആണ്. ഇവിടെ എന്താണ്? ഇവിടെ 0 ആണ്, പക്ഷെ ഒരു ഇൻപുട്ട് 1 ആണ്. 0 ഒരു ഇൻപുട്ട് 1 ആയപ്പോൾ എഗെയിൻ ഔട്ട്പുട്ട് 1. ഇവിടെ ഒരു ഇൻപുട്ട് 1 ആണ്, രണ്ട് ഇൻപുട്ട് 1 ആണ്, 0 ആണ്, 0 ആണ്, 1. അപ്പം ഏതെങ്കിലും ഒരു ഇൻപുട്ട് 1 ആവുമ്പോൾ ഔട്ട്പുട്ട് 1 ആവുന്നുണ്ട്. എല്ലാ ഇൻപുട്ടും 0 ആവുമ്പോൾ ഔട്ട്പുട്ട് 0 ആവുന്നുണ്ട്. ഇത് ഏത് ഗേറ്റ്സ് ആണ്? ഓർ ഗേറ്റിൽ എന്തായിരിക്കും? ഓർ ഗേറ്റിനകത്ത് എല്ലാ ഔട്ട്പുട്ടും 1 ആയാൽ മാത്രമേ, അല്ല, ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും 1 ആയാൽ ഓർ ഗേറ്റിൽ ഔട്ട്പുട്ട് 1 ആയിരിക്കും അല്ലേ. ഓർ ഗേറ്റ് നമുക്കൊരു 2 ഇൻപുട്ട് ഓർ ഗേറ്റ് നമുക്ക് അറിയാമല്ലോ. ഓർ ഗേറ്റ് എന്താണ്? ഇൻപുട്ട് 0യും കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 ആയിരിക്കും. 0യും 1ഉം കൊടുത്തു കഴിഞ്ഞാൽ 1, 1ഉം 0യും കൊടുത്തു കഴിഞ്ഞാൽ 1, 1ഉം 1ഉം കൊടുത്താലും 1 അല്ലേ. ഇൻപുട്ട് രണ്ടും 0 ആവുമ്പോൾ മാത്രമേ ഔട്ട്പുട്ട് 0 ആവുന്നുള്ളൂ. ഇവിടെയും അത് തന്നെയാണ്. ഇതേ കണ്ടോ, ഇൻപുട്ട് എല്ലാം 0 ആയപ്പോൾ മാത്രമാണ് ഔട്ട്പുട്ട് 0 ആയിരിക്കുന്നത്. ബാക്കി എല്ലാ കേസിലും ഔട്ട്പുട്ട് 1 ആയിരുന്നു. സോ അങ്ങനെ വരുന്നത് ഏത് ഗേറ്റ് ആണ്? ഓർ ഗേറ്റ് ആണ്. ഓർ ഗേറ്റ് ഏതെങ്കിലും ഒരു ഇൻപുട്ടെങ്കിലും 1 ആയാൽ ഔട്ട്പുട്ട് 1 ആവും ഓർ ഗേറ്റിൽ. അല്ലാത്ത കേസ് എല്ലാ ഇൻപുട്ടും 0 ആണെങ്കിൽ ഔട്ട്പുട്ട് 0 ആവുന്നത് ഓർ ഗേറ്റ്. ഏതെങ്കിലും ഒരു ഇൻപുട്ട് 1 ആണെന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് ഓർ ഗേറ്റിൽ 1 ആവും. ബാക്കി എല്ലാ കണ്ടീഷനിലും അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ ഇതൊരു ഓർ ഗേറ്റ് ആണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The inputs of a NAND gate are connected together. The resulting circuit is NAND ഗേറ്റിന്റെ ഇൻപുട്ട് ഒരുമിച്ച് കണക്ട് ചെയ്യുന്നു. NAND ഗേറ്റിൽ 2 ഇൻപുട്സ് ആണുള്ളത്, രണ്ടും കൂടെ ഒരുമിച്ച് കണക്ട് ചെയ്ത് നമ്മൾ ഒരെണ്ണം കൊടുക്കുന്നു. സോ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ A കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്ത് കിട്ടും? A ബാർ ആണ് കിട്ടുന്നത്. സോ അത് കോംപ്ലിമെന്റ് ആവുകയാണ്, അത് നോട്ട് ഗേറ്റിന് തുല്യമാവുകയാണ്. Then an OR gate has 4 inputs. The input is high and the other 3 are, one input is high and the other 3 are low. The output is, ഇപ്പോൾ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ, OR ഗേറ്റിലെ എല്ലാം 0 ആണെങ്കിൽ മാത്രമാണ് ഔട്ട്പുട്ട് 0. ഏതെങ്കിലും ഒന്ന് ഹൈ ആണെന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും OR ഗേറ്റിൽ.
സോ ഇവിടെ ഒരെണ്ണം ഹൈ ആണ്, ബാക്കി എല്ലാം ലോ ആണ്. സോ ദ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഹൈ ആയിരിക്കും. ഓക്കെ, 15th ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഹൗ മെനി നോർ ഗേറ്റ്സ് ആർ യൂസ്ഡ് ടു ഗെറ്റ് ആൻഡ് ഗേറ്റ് ഫ്രം ദം? നമുക്കൊരു ആൻഡ് ഗേറ്റ് ക്രിയേറ്റ് ചെയ്യണം. ആൻഡ് എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു ബി ആണ്, നമുക്കറിയാം. എ ഇൻറ്റു ബി ഒരു ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എത്ര നോർ ഗേറ്റ്സ് വേണം എന്നാണ് ചോദിച്ചേക്കുന്നത്. നോർ ഗേറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓറിന്റെ കോംപ്ലിമെന്റ് ആണ്. സോ ഓർ എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി. എ പ്ലസ് ബിക്ക് ദ ഓൾ ബാർ എടുത്തു കഴിഞ്ഞാൽ അത് നോർ ഗേറ്റ് ആയി. അതിനകത്തും നമുക്ക് എ ബി ക്രിയേറ്റ് ചെയ്യണം. എത്ര നോർ ഗേറ്റ്സ് വേണം നമുക്ക് നോക്കാം. ആദ്യം ഒരു നോർ ഗേറ്റ് എടുക്കുന്നു. ഓർ ഗേറ്റ് കോംപ്ലിമെന്റ് ചെയ്യുന്നതാണ് നോർ എന്ന് പറയുന്നത്. അതിന്റെ ഇൻപുട്സ് രണ്ടും കൂടെ ഞാൻ കണക്ട് ചെയ്തിട്ട് എ നമ്മൾ ഇവിടെ കൊടുക്കുന്നു. ദെൻ മറ്റൊരു നോർ ഗേറ്റ് എടുക്കുന്നു. അതിന്റെ ഇൻപുട്സ് രണ്ടും കൂടി കണക്ട് ചെയ്തിട്ട് ഞാൻ അവിടെ ബി കൊടുക്കുന്നു. ഇവിടെ നമുക്ക് ഔട്ട്പുട്ടിൽ എന്താണ് വരിക? എ ബാർ ആവും അല്ലെ? ഒരു നോട്ടിന് തുല്യമാണ്. ഇവിടെ എന്താണ് വരിക? ബി ബാർ ആണ്. എ ബാറും ബി ബാറും നമുക്ക് കിട്ടി. എ ബാറും ബി ബാറിൽ നിന്ന് നമ്മൾ എ ബിയിലേക്ക് എങ്ങനെയാണ് പോകുന്നത്? ഒരു നോർ ഗേറ്റും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിക്കേ. ഇപ്പൊ ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? എ ബാർ ആണ് ഒരു ലെഗില്, ബി ബാർ ആണ് ഒരു ലെഗില്. അതിന്റെ രണ്ടിന്റെയും കൂടെ ഓർ ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. ദെൻ കോംപ്ലിമെന്റും എടുത്തിട്ടുണ്ട്. ബിക്കോസ് ഇത് നോർ ആണ്. നോർ എന്ന് പറഞ്ഞാൽ ഓർ ഓപ്പറേഷൻ ചെയ്യുക, ദെൻ കോംപ്ലിമെന്റ് എടുക്കുക. അപ്പൊ എന്ത് സംഭവിച്ചു? എ ബാർ പ്ലസ് ബി ബാർ രണ്ട് ലെഗിലും വന്ന് ഇവിടെ എ ബാർ ആണ്, ഇത് ബി ബാർ ആണ്. ഓർ ആണെങ്കിൽ അതിന്റെ ഔട്ട്പുട്ട് എ ബാർ പ്ലസ് ബി ബാർ ആണ്. ഇത് നോർ ആണ്. ദാറ്റ് മീൻസ് ഓൾ കോംപ്ലിമെന്റ് ആണ്. നമ്മൾ ഡിമോർഗൻസ് തിയറം പഠിച്ചിട്ടുള്ളത് എന്താണ്? എ ബാർ പ്ലസ് ബി ബാർ ദ ഓൾ ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ബാർ സ്പ്ലിറ്റ് ചെയ്ത് രണ്ടിനും സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കണം, എന്നിട്ട് പ്ലസ് മാറ്റി ഇൻറ്റു ആക്കണം. അല്ലേ? നമ്മൾ ഓൾറെഡി പഠിച്ചാണ്. എ പ്ലസ് ബി ദ ഓൾ ബാർ എന്ന് പറഞ്ഞാൽ എ ബാർ, ഇതാണ് ഡിമോർഗൻസ് തിയറത്തിനകത്ത് പഠിച്ചതാണ്. എ പ്ലസ് ബി ദ ഹോൾ ബാർ എന്ന് പറഞ്ഞാൽ എ ബാർ ഇൻറ്റു ബി ബാർ ആണ്. സോ എ ബാർ പ്ലസ് ബി ബാർ ദ ഹോൾ ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്? എ ബാർ ദ ഹോൾ ബാർ ഇൻറ്റു ബി ബാർ ദ ഹോൾ ബാർ എന്നാണ്. ഓക്കെ, ഇനി ഇത് നമ്മൾ പഠിച്ചതാണ്. എ ബാർ ദ ഹോൾ ബാർ എന്ന് പറഞ്ഞാൽ എ തന്നെയാണ്. ഒരെണ്ണത്തിന്റെ കോംപ്ലിമെന്റ് എടുത്തിട്ട് പിന്നെയും കോംപ്ലിമെന്റ് എടുത്താൽ അത് തന്നെ കിട്ടും. സോ ഇവിടെ എന്ത് കിട്ടും? എ തന്നെയാണ്. ഇതെന്ത് തന്നെയാണ്? ബി തന്നെയാണ്. എ ഇൻറ്റു ബി എന്ന് കിട്ടി. ഓക്കെ, സോ എ ബാർ പ്ലസ് ബി ബാർ ദ ഹോൾ ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തന്നെയാണ്? എ ബി തന്നെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എത്ര നോർ ഗേറ്റ്സ് യൂസ് ചെയ്തിട്ടാണ് ആൻഡ് ഗേറ്റ് ഇതെന്ന് പറഞ്ഞാൽ ആൻഡ് ആണ്. ഇത് ആൻഡ് ഓപ്പറേഷൻ ആണ്. എത്ര നോർ ഗേറ്റ്സ് ചേർന്നിട്ടാണ് നമുക്ക് ആൻഡ് കിട്ടിയത്? 1, 2, 3 അല്ലേ? സോ ആൻസർ ഈസ് 3. 16th question. Which of the following is a functionally complete set of gates? Functionally complete set എന്ന് ഉദ്ദേശിക്കുന്നത് തന്നെ എന്താണ്? യൂണിവേഴ്സൽ ഗേറ്റ്സ് തന്നെയാണ്. യൂണിവേഴ്സൽ ഗേറ്റ്സ് അതായത് നമുക്ക് ഏത് ഗേറ്റ്സിൽ നിന്നാണ് ബാക്കി എല്ലാ ഗേറ്റ്സും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്, ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നത്. യൂണിവേഴ്സൽ ഗേറ്റ്സ് ഏതാണെന്ന് ചോദിച്ചിരിക്കുകയാണ്. ഫംഗ്ഷണലി കംപ്ലീറ്റ് സെറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് യൂണിവേഴ്സൽ ഗേറ്റ്. നാൻഡ് ആണോ നോട്ട് ആണോ? ഇതിനകത്ത് നാൻഡ് ആണ് യൂണിവേഴ്സൽ. നാൻഡും അതുപോലെ തന്നെ നോറുമാണ് യൂണിവേഴ്സൽ ഗേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ 1 മാത്രമാണ് ആൻസർ, നോട്ട് അല്ല. അപ്പോൾ 1 but not 2 എന്നുള്ളതാണ് ആൻസർ. 17th question നോക്കാം. ലോജിക് ഈസ് റിക്വയർഡ് ടു ബിൽഡ് അപ്പ് എ ഹാഫ് ആർഡർ സർക്യൂട്ട്. ഒരു ഹാഫ് ആർഡർ സർക്യൂട്ട് ബിൽഡപ്പ് ചെയ്യാൻ നമുക്ക് ആവശ്യമായിട്ടുള്ള ലോജിക് ഗേറ്റ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ഹാഫ് ആർഡർ എന്താണെന്ന് അറിയണ്ടേ? ഹാഫ് ആർഡർ എന്താണ്? 2 ഇൻപുട്സും സം എന്നും ക്യാരി എന്നും പറയുന്ന 2 ഔട്ട്പുട്സും ഉള്ള ഒരു ട്രൂത്ത് ടേബിൾ, ഒരു ലോജിക് ഗേറ്റ്സ് ആണ്. ഇൻപുട്ട് 0 0 ആകുമ്പോൾ സം 0 ആണ്, ക്യാരിയും 0 ആണ്. ഇൻപുട്ട് 0 1 സം 1 ആണ്, ക്യാരി 0. ഇൻപുട്ട് 1 0 ആകുമ്പോൾ സം again 1 then carry 0. ഇൻപുട്ട് 1 1 ആകുമ്പോൾ സം 0 ആണ്, ക്യാരി 1 ആണ്. സോ ഇതാണ് ഹാഫ് ആർഡറിന്റെ ട്രൂത്ത് ടേബിൾ എന്ന് പറയുന്നത്. അപ്പൊ നോക്കിക്കേ, എ ബി 0 0 0 1 1 0 1 1 ആകുമ്പോൾ സം എന്ന് പറയുന്നത് 0 1 1 0. ഇത് ഏത് ഗേറ്റ്സിന്റെ ട്രൂത്ത് ടേബിൾ ആണ്? ഇതൊരു XOR ഗേറ്റിന്റെ ട്രൂത്ത് ടേബിൾ ആണ് അല്ലെ? ഇതൊരു XOR ഗേറ്റിന്റെ ട്രൂത്ത് ടേബിൾ ആണ്. അതായത് സം എന്ന് പറയുന്നത് A XOR B ആണ്. അതേസമയം ക്യാരി നോക്കിക്കേ, 0 0 0 1 1 0 1 1 ആകുമ്പോൾ 0 0 0 0 1. അതായത് 1 1 ഇൻപുട്ട് 1 1 ആകുമ്പോൾ മാത്രം ഔട്ട്പുട്ട് 1 ആവുന്നു. ഇത് ഏത് ടേബിൾ ആണ്? ഇത് ഏതാണ്?
ഇത് ആൻഡ് ഗേറ്റിന്റെ ലോജിക് ഗേറ്റ്സ് ആണല്ലേ. സോ ക്യാരി എന്ന് പറഞ്ഞാൽ A ഇൻറ്റു ബി ആണ്. സോ നമുക്ക് ഒരു ഹാഫ് ആർഡർ ക്രിയേറ്റ് ചെയ്യാൻ ഒരു എക്സോർ ഗേറ്റും, അതായത് സമ്മിന്റെ ഔട്ട്പുട്ട് സമ്മിന് വേണ്ടിയിട്ട് ഒരു എക്സോർ ഗേറ്റും ക്യാരിക്ക് വേണ്ടിയിട്ട് ഒരു ആൻഡ് ഗേറ്റും ആണ് വേണ്ടത്. സോ എക്സോർ ഗേറ്റും ആൻഡ് ഗേറ്റും യൂസ് ചെയ്തിട്ട് നമുക്കൊരു ഹാഫ് ആർഡർ ബിൽഡപ്പ് ചെയ്യാനായിട്ട്. 18th question. According to De Morgan's second theorem, ഒരു NAND gate is always complementary to AND gate ആണോ? NAND gate is equivalent to a bubbled NAND gate. NAND gate is equivalent to a bubbled AND gate. And AND gate is equivalent to a bubbled OR gate. അപ്പം നമുക്ക് അറിയേണ്ടത് De Morgan's theorem വെച്ചിട്ട് NAND gate എങ്ങനെയാണെന്നാണ്. അപ്പം NAND gate AND gateന്റെ കോംപ്ലിമെന്ററി ആണെന്നുള്ള കാര്യം നമുക്കറിയാം. പക്ഷെ De Morgan's theorem അതല്ല പറയുന്നത്. ഓപ്ഷൻ എ അല്ല. De Morgan's theorem എന്താണ് പറയുന്നത്? De Morgan's സെക്കൻഡ് തിയറം ആണ് ഇവർ ചോദിച്ചേക്കുന്നത്. സെക്കൻഡ് തിയറം. De Morgan's സെക്കൻഡ് തിയറം പറയുന്നത് A dot B the all bar is equal to A bar plus B bar എന്നുള്ളതാണ്. A dot B the all bar എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് അത്? NAND ഗേറ്റിന്റെ ആണ്. NAND ഗേറ്റിന്റെ ഔട്ട്പുട്ടിന് ഇക്വലന്റ് ആണ് A dot B the all bar എന്ന് പറയുന്നത്. സോ ഒരു NAND ഗേറ്റ് എന്ന് പറയുന്നത് A ബാറും B ബാറും കൂടെ ആഡ് ചെയ്യുന്നതിന് ഇക്വലന്റ് ആണെന്നാണ് പറയുന്നത്. അതായത് നമ്മളൊരു A ഇൻപുട്ട് കൊടുക്കുകയാണ്, അതിനെ നമ്മളൊരു നോട്ട് ഗേറ്റ് വഴി ഇവിടെ A കൊടുക്കുന്നു, നോട്ട് ഗേറ്റ് വഴി പോകുമ്പോൾ നമുക്ക് A ബാർ ആയി. ദെൻ നമ്മൾ B ഇൻപുട്ട് കൊടുക്കുന്നു, ഒരു നോട്ട് ഗേറ്റ് കണക്ട് ചെയ്യുന്നു, നമുക്ക് ഔട്ട്പുട്ടിൽ B ബാർ ആയി. ഈ A ബാറും B ബാറും കൂടെ ചേർന്നിട്ട് നമ്മൾ ഒരു OR ഗേറ്റിലേക്ക് ഇടുകയാണ്, OR ഗേറ്റ്. സോ നമുക്ക് എന്തായി? A ബാർ പ്ലസ് B ബാർ ആയി. അതായത് A ബാർ പ്ലസ് B ബാർ നമുക്കിപ്പം പറഞ്ഞ പോലെ തന്നെ A ഡോട്ട് B ഇത് ഓൾ ബാർ ആയി. ഓക്കെ, അപ്പം രണ്ട് നോട്ട് ഗേറ്റ് ഇൻപുട്ട് കോംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു OR ഗേറ്റിലേക്ക് കൊടുക്കുമ്പോഴാണ് നമുക്ക് ഈ De Morgan's സെക്കൻഡ് തിയറം കിട്ടുന്നത് അല്ലേ. അപ്പോൾ ഈ നോട്ട് ഗേറ്റിന് പകരം ബബിൾഡ് ഓർ എന്ന് ഉദ്ദേശിക്കുന്നത് ഇൻപുട്ട് ഇൻവേർട്ട് ചെയ്തിട്ട് OR ഗേറ്റിലേക്ക് കൊടുക്കുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ എയെ ബബിൾ ചെയ്തത് ഇൻവേർട്ട് ചെയ്ത ഇൻപുട്സ് ആണ് നമ്മൾ OR ഗേറ്റ്സിലേക്ക് കൊടുക്കുന്നത്. ഓക്കെ, എയും ബിയും ഈ ബബിൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഇൻവേർട്ട് ചെയ്തു. ഇവിടെ ഇൻവേർട്ട് ചെയ്താൽ വന്നത് A ബാർ B ബാർ ആണ് ഓറിൽ വരുന്നത്. സോ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്? A ബാർ പ്ലസ് B ബാർ ആണ്. A ബാർ പ്ലസ് B ബാർ എന്താണ്? A ഡോട്ട് B ദ ഹോൾ ബാർ ആണ് നമ്മുടെ De Morgan's സെക്കൻഡ് തിയറം വെച്ചിട്ട്. സോ എ NAND ഗേറ്റ് ഇസ് ഇക്വലന്റ് ടു എ ബബിൾഡ് OR ഗേറ്റ് ആണ് De Morgan's തിയറം വെച്ചിട്ട് പറയുന്നത്. ഓക്കെ, ഇവിടെ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. അല്ലാതെ NAND ഗേറ്റ് ആൻഡിന്റെ കോംപ്ലിമെന്ററി ആണെന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എയിലേക്ക് പോലെ ഇവിടെ De Morgan's സെക്കൻഡ് തിയറം വെച്ചിട്ട് NAND ഗേറ്റ് എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്? NAND ഗേറ്റ് എന്ന് പറഞ്ഞാൽ ബബിൾഡ് OR ഗേറ്റ് ആണ്. അപ്പോൾ തിയറം ഏതാണെന്ന് നോക്കിയാൽ മതി. The 19th question. De Morgan's first theorem shows the equivalence of. De Morgan's first theorem എന്തിന്റെ equivalence of OR gate and exclusive OR ആണോ, NOR gate and bubbled AND gate ആണോ, NOR gate and NAND gate and NOT gate. അപ്പം De Morgan's first theorem എന്താണ്? De Morgan's first theorem പറയുന്നത് A plus B the whole bar is equal to A ബാർ ഇൻറ്റു B ബാർ എന്നുള്ളതാണ് De Morgan's ഫസ്റ്റ് തിയറം പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്? A പ്ലസ് ബി ദ ഹോൾ ബാർ എന്ന് പറയുന്നത് ഒരു NOR ഗേറ്റ് ആണ്, നമുക്കറിയാം അല്ലേ. A പ്ലസ് ബി എന്ന് പറയുന്നത് NOR ആണ്. സോ NOR ആണ്. ഇതെന്താണ്? A ഇൻറ്റു ബി എന്ന് പറയുന്നത് AND ഗേറ്റ് ആണ്. അതിൻ്റെ ഇൻപുട്സ് കോംപ്ലിമെന്റ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അപ്പം NOR എന്ന് പറയുന്നത് ഒരു ബബിൾഡ് ആൻഡിന് ഇക്വലന്റ് ആണ്. അതാണ് ഫസ്റ്റ് ലോ പറയുന്നത്. ഓക്കെ, NOR gate is equal to bubbled and എന്നുള്ളതാണ് De Morgan's ഫസ്റ്റ് തിയറം പറയുന്നത്. സോ ഇവിടെ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. NOR gate and bubbled AND gate എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. അടുത്ത 20th question. ലോജിക് ഫാമിലി ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ദ ഡിജിറ്റൽ ലോജിക് ഫാമിലി വിച്ച് ഹാസ് ദ ലോവസ്റ്റ് പ്രൊപ്പഗേഷൻ ഡിലേ ടൈം. ലോവസ്റ്റ് പ്രൊപ്പഗേഷൻ ഡിലേ ടൈം ഉള്ള ലോജിക് ഫാമിലി ഇതിൽ ഏതാണെന്നാണ്? ECL ആണോ, TTL ആണോ, CMOS ആണോ, PMOS ആണോ? ലോവസ്റ്റ് പ്രൊപ്പഗേഷൻ ഡിലേ ടൈം ഉള്ളത് ECL ആണ്. കാരണം ECL നമ്മൾ ഡിഫറൻസ് ആംപ്ലിഫയർ കോൺഫിഗറേഷനിലുള്ള ട്രാൻസിസ്റ്റേഴ്സ് ആണ് ECLനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ അവർ ഈ സാച്ചുറേഷനിലേക്കൊന്നും പോകത്തില്ല. അതായത് നമുക്ക് സ്റ്റോറേജ് ടൈം അവിടെ എലിമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ അതിന് പ്രൊപ്പഗേഷൻ ഡിലേ എന്ന് പറയുന്നത് കുറവായിരിക്കും. ഓക്കെ, പ്രൊപ്പഗേഷൻ ഡിലേ കുറവുള്ളത് ECL ആണ്. ലോജിക് ഫാമിലിയിൽ ECL ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ ഫാസ്റ്റസ്റ്റ് ലോജിക്? ഫാസ്റ്റസ്റ്റ് ഏത്? പ്രൊപ്പഗേഷൻ ഡിലേ കുറവുള്ളത് ECL ആയതുകൊണ്ട് തന്നെ ഫാസ്റ്റസ്റ്റ് എന്ന് പറയുന്നത് ഏതാണ്? ECL തന്നെയാണ്. ഇവിടെയും
ഫാസ്റ്റസ്റ്റ് എന്ന് പറയുന്നത് ECL തന്നെയാണ്. So next 22nd question. The digital logic family which has minimum power dissipation. Power dissipation power കുറവുള്ളത് ഇതിൽ ഏതാണ്? TTL ആണോ, RTL ആണോ, DTL ആണോ, CMOS ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. CMOS ആണ്. പവർ ഡിസിപ്പേഷൻ കുറവുള്ള ലോജിക് ഫാമിലി എന്ന് പറയുന്നത് CMOS ആണ്. അതൊരു യൂണിപോളാർ ആയിട്ടുള്ള ലോജിക് ഫാമിലിയാണ്. നമ്മളെ സിലിക്കൺ ചിപ്പിനകത്തെ ഒരു വളരെ ചെറിയൊരു ഫ്രാക്ഷൻ ഓഫ് ഏരിയ മാത്രമാണ് അത് ഓക്കുപ്പൈ ചെയ്യുന്നത്. പവർ ഡിസിപ്പേഷനും അതുപോലെ തന്നെ വളരെ കുറവാണ് CMOSൽ. ദെൻ ICയുടെ നമ്പർ ആണ് 7408 എന്ന് പറയുന്നത് ഏത് IC ആണ്? 7408 എന്ന് പറയുന്നത് AND ആണ്. 7408 ഈസ് AND ആണ്. IC നമ്പർ 7408 എന്നുള്ളത് AND ആണ്. വേറെ ഏതൊക്കെ നിങ്ങൾക്കറിയാം? 7432 ഏതാണ്? 7432 എന്ന് പറയുന്നത് OR ഗേറ്റിന്റെ ആണ്. 7432 OR ആണ്. 7408 AND ആണ്. Then 7404 ഏതാണ്? 7404 എന്ന് പറയുന്നത് ഒരു നോട്ട് ഗേറ്റിന്റെ IC ആണ്. നോട്ട് ഗേറ്റ് IC ആണ്. 7404 നോട്ട് ആണ്. Then 7400 അത് NAND ആണ്. NAND ആണ്. 7400 NAND ആണ്. അതുപോലെ തന്നെ 7412 എന്ന് പറയുന്നത് ഒരു NOR ഗേറ്റിന്റെ IC ആണ്. NOR ആണ്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ 7486 ഉണ്ട്. 7486 എന്ന് പറയുന്നത് XOR ആണ്. 7486 എന്ന് പറയുന്നത് XOR ആണ്. ഇത്രയൊക്കെ കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ. 7408 ആൻഡ് 7432 OR ആണ്. 7404 നോട്ട് ആണ്. 7400 NAND. 7412 എന്ന് പറയുന്നത് NOR ആണ്. Then 7486 is XOR gate ആണ്. Next question. An OR gate can be imagined as ഒരു OR gate എന്ന് പറയുന്നത് switches connected in series, switches connected in parallel, most transistors connected in series, none of this. അപ്പോൾ നമുക്കറിയാം OR ഗേറ്റ് നമ്മൾ ഇത്ര നേരം നമ്മൾ ലോജിക് ഗേറ്റ്സ് ട്രൂത്ത് ടേബിൾ എഴുതി. OR ഗേറ്റിൽ എങ്ങനെയായിരുന്നു? 0 0 0 1 1 0. 0 0 വന്നു കഴിഞ്ഞാൽ 0. ബാക്കി എല്ലാ കേസിലും OR ഗേറ്റ്സിന് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1 ആണ് അല്ലേ? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം 1 അല്ലെങ്കിൽ രണ്ടും 1 ആയി കഴിഞ്ഞാൽ ഔട്ട്പുട്ട് 1 ആവുന്നതാണ് OR ഗേറ്റ് എന്ന് പറയുന്നത് അല്ലേ? OR ഗേറ്റ് എന്ന് പറയുന്നത് 0 0 വന്നാൽ ഔട്ട്പുട്ട് 0 ആണ്. ബാക്കി എല്ലാ കേസിലും ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1 ആണ് OR ഗേറ്റിന്റെ കേസിൽ. ഓക്കെ. അപ്പോൾ നമുക്ക് സ്വിച്ച് സീരീസ് ആയിട്ട് പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? രണ്ട് സ്വിച്ചുകൾ പാരലൽ ആയിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഒരു സ്വിച്ച് 0, മറ്റൊരു സ്വിച്ച് 0. അപ്പോൾ ഔട്ട്പുട്ട് 0 ആയിരിക്കും. ഇനി ഒരു സ്വിച്ചിന്റെ ഇൻപുട്ടിൽ, അതായത് ഒരു സ്വിച്ച് ഓഫും ഒരു സ്വിച്ച് ഓണും ആണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് ഓൺ സ്വിച്ച് വഴി നമുക്ക് കിട്ടും. ഇനി മറ്റേ ഇതുപോലെ തന്നെ ഇപ്പോൾ ഫസ്റ്റ് സ്വിച്ച് ഓഫും സെക്കൻഡ് സ്വിച്ച് ഓണും ആണെങ്കിൽ ഔട്ട്പുട്ട് ഓൺ ആണ്. നമുക്ക് ഔട്ട്പുട്ടിൽ ഹൈ ആയിട്ട് കിട്ടും, ഔട്ട്പുട്ട് വാല്യൂ കിട്ടും. അതായത് ഏതെങ്കിലും ഒരു സ്വിച്ച് ഓൺ ആയാലും നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. രണ്ട് സ്വിച്ച് ഓൺ ആയാലും നമുക്ക് ഔട്ട്പുട്ട് കിട്ടും അല്ലേ? അതേസമയം രണ്ട് സ്വിച്ചും ഓഫ് ആണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടത്തില്ല. അപ്പം സ്വിച്ച് പാരലലായിട്ട് കണക്ട് ചെയ്യുന്നതിന് ഇക്വലന്റ് ആണ് OR ഗേറ്റ്. ഇനി സ്വിച്ചസ് കണക്റ്റഡ് ഇൻ സീരീസ് എന്ന് പറയുന്നത് ഇക്വലന്റ് ഫോർ AND ഗേറ്റ് ആണ്. ആൻഡിന് ഇക്വലന്റ് ആണ് സ്വിച്ചസ് കണക്റ്റഡ് ഇൻ സീരീസ്. ഓക്കെ, അത് ഓർത്ത്. So last question, the inputs where logic gate are 1 1 0 0 എന്നുള്ളതാണ്. B 1 0 1 0. What will be the output if the logic gate is NAND? Logic gate NAND ആണെന്നുണ്ടെങ്കിൽ ഇൻപുട്ട് 1 1 0 0യും 1 0 1 0യും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ടിൽ എന്ത് കിട്ടും എന്നാണ് നോക്കേണ്ടത്. അതിപ്പോൾ എന്താണ്? നമുക്ക് ഇൻപുട്ട് 1 1 0 0 A എന്ന് പറയും. B എന്ന് പറയുന്നത് 1 0 1 0 ആണ്. സോ നമുക്ക് വേണ്ടത് ഔട്ട്പുട്ട് NAND ഗേറ്റ് ആണ്. NAND ഗേറ്റ് ആണ്. NAND ഗേറ്റിൽ ഇൻപുട്ടായിട്ടാണ് നമ്മൾ ഇത് കൊടുക്കുന്നത്. അപ്പോൾ ഓരോ ഇൻപുട്ടും കൊടുക്കുക, ഔട്ട്പുട്ടിൽ എന്ത് വരുമെന്ന് നോക്കുക, ആൻസറിലേക്ക് എത്തുക. നമുക്ക് NAND ഗേറ്റിന്റെ ട്രൂത്ത് ടേബിൾ അറിയാം, അത് വെച്ചിട്ട് നമ്മൾ നോക്കിയാൽ മതി. 1 ഉം 1 ഉം വന്നു കഴിഞ്ഞാൽ NANDൽ എന്താണ് സംഭവിക്കുക? 1 ഉം വന്നു കഴിഞ്ഞാൽ NANDൽ ഔട്ട്പുട്ട് 0 ആണ്. 1 ഉം 0യും വന്നു കഴിഞ്ഞാൽ NANDൽ ഔട്ട്പുട്ട് 1 ആണ്. 0യും 1 ഉം വന്നു കഴിഞ്ഞാൽ NANDൽ ഔട്ട്പുട്ട് 1 ആണ്. 0യും 0യും വന്നു കഴിഞ്ഞാൽ NANDൽ ഔട്ട്പുട്ട് 1 ആണ്. സോ ആൻസർ എന്ത് വരും? 0 1 1 1 എന്ന് പറയും. അപ്പോൾ അത് ഏത് ലോജിക് ഗേറ്റ്സിലാണ് കൊടുക്കുന്നത് നോക്കുക. ഇൻപുട്സ് ആയിട്ട് ഫസ്റ്റ് നമ്മൾ ഇതാണ് MSB എന്ന് പറയുന്നത്.
ഇത് LSB. ആ ഓർഡറിൽ ഇട്ടിട്ട് നോക്കിയാൽ മതി. ഓരോ ഓർഡറിലേക്ക് ഇട്ടിട്ട് കൊടുത്തിട്ട് നോക്കിയാൽ മതി. 1 1 വന്നു കഴിയുമ്പോൾ എന്ത് കിട്ടും. അപ്പോൾ ഇവിടെ MSBയിലെ ഇൻപുട്ട്സ് 1 1 കൊടുത്തു കഴിയുമ്പോൾ ഔട്ട്പുട്ട് 1. അപ്പോൾ നമ്മുടെ NAND ഗേറ്റിലെ MSBയിൽ 0 ആയിരിക്കും. ഇവിടെ 0യും 0യും കൊടുക്കുമ്പോൾ ഔട്ട്പുട്ട് 1. ഓക്കെ, അതിപ്പോൾ LSBയിൽ 1 ആയിരിക്കും. 1 1 കൊടുക്കുമ്പോൾ 0. അതേ ഓപ്പറേഷൻ 1 0യും കൊടുക്കുമ്പോൾ 0, 0യും 1 കൊടുക്കുമ്പോൾ 0. അപ്പോൾ നോക്കിയാൽ മതി. കറസ്പോണ്ടിങ് ഡിജിറ്റ്സ് തമ്മിൽ ഓപ്പറേഷൻസ് ചെയ്യുക, ഔട്ട്പുട്ട് ഏതാണെന്ന് നോക്കുക. ക്ലിയർ ആയി കാണുമല്ലോ. ലോജിക് ഗേറ്റ്സ് നോക്കുക, ICയുടെ നെയിംസ് പഠിക്കുക, ലോജിക് ഫാമിലീസ് ഒക്കെ നോക്കുക. അത്രയും കാര്യങ്ങളേ ഉള്ളൂ. യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.